കുഞ്ഞേ നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? കിടന്ന് ഉറക്കമായിരുന്നല്ലേ? ഉറങ്ങി കഴിഞ്ഞിട്ട് ബക്കറ്റും പൊക്കി പിടിക്കുന്നു വന്നു. ഇതെന്നറിയോ, ഇപ്പൊ ചട്ടിയില്ലല്ലോ പൊക്കി പിടിക്കാൻ. ഇപ്പൊ ബക്കറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ടെറസിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവരാൻ ഞാൻ. അമ്മ രാവിലെ എഴുതി വെച്ചു, സാമ്പാറുണ്ടാക്കി. നീ എവിടെയായിരുന്നു? സമയം 7 മണിയായപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞല്ലോ. നീ എവിടെയായിരുന്നു? നീ കിടന്ന് ഉറക്കമില്ലായിരുന്നോ? അമ്മക്ക് ചുമ പിടിച്ചു. അമ്മക്ക് ചുമ പിടിച്ചു. ഓ എന്റെ ദൈവമേ, അമ്മക്ക് ചുമ പിടിച്ചു. നമുക്ക് പോവേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാവേ. ഇച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവേ. ഇത് ഇച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇച്ചിരി വെയിലൊക്കെ വന്നിട്ട് കൊണ്ടുപോകാം ടെറസിന് മണ്ടയ്ക്ക്. തുണി വിരിക്കാൻ ടെറസിന് മണ്ടയ്ക്ക് വേണ്ട ഈ ബഹളം. ഇപ്പൊ പോകാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാ. ഇത് അവനിറങ്ങി പോകുന്നുണ്ടോ? അങ്ങ് പോയി വാലും കുത്തി. ഇങ്ങോട്ട് വേടാ. അത് മുറി പോയി വെച്ചാൽ അടുക്കള വെച്ചേരുണ്ട്. മുറിയിലോട്ട് കൊണ്ട് വെച്ചേരും. കയറി പോയി. അപ്പൊ ഇന്നത്തെ പരിപാടി രാവിലെ കാണിക്കാവേ. എന്താ രാവിലെ ഇടിയായി. ഞാൻ ശകലം മുറിച്ച്, അത് മുറിഞ്ഞ് കിടക്കുന്ന എന്താ പറയുക, ഞാൻ ശകലം മുറിച്ച് നോക്കിയതാ. ഉപ്പോ മയോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതാ. സാമ്പാറായിട്ട് സാമ്പാർ കുക്കറിൽ കിടന്നിങ്ങനെ തിളക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ലൂക്കാച്ചിന് നിൽക്കാൻ വന്നു സാമ്പാറായിരുന്നു. അതേ പിന്നെയും പൊക്കി പിടിച്ചോണ്ട് വരുന്നു. എൻ്റെ കുഞ്ഞേ, എൻ്റെ കുഞ്ഞേ, ഇതെന്താ കുഞ്ഞേ? അമ്മ ചവിട്ടും മോനെ അറിയാതെ. അമ്മയും വീഴും മോനും മേടിച്ചല്ലേ. അമ്മയുടെ പോലെ നീറ്റേ. ഞാൻ എന്തിനാണോ ഈ കുട്ടുറൂമിസിന് ബെഡ് മേടിച്ചു കൊടുത്തത്? ഇതേ പോയി മാറ്റേ പോയി കിടക്കുന്നു. എന്തൊരു കഷ്ടമാണ്. പോയി ബെഡേ പോയി കിടക്കട ആർക്കാ? കുഞ്ഞേ ബെഡേ പോയി കിടക്ക്. ഞാനത് പറഞ്ഞാൽ ഇഷ്ടമായില്ല. എഴുന്നേറ്റേക്ക് പോന്നു കിടക്കാതെ. കുഞ്ഞാ, പൊന്നു, പൊന്നെ, പോയി ബെഡേ പോയി കിടന്നേ. ചെല്ലേ, ഓടിച്ചല്ലേ. നമ്മുടെ കുഞ്ഞ് ബെഡേ പോയി കിടന്നേ. ഉണ്ട് ബെഡ് മേടിച്ചത് അവിടെ കൊണ്ട് കഥകിന് കീഴെ കൊണ്ട് പാത്തിട്ടേക്കുക. പൊന്നെ, എന്തൊരു കഷ്ടപ്പാടാ ഇത്. പോയി ബെഡേ കിടന്നേ. അമ്മൻ്റെ പൊന്നല്ലേ. പോയി ബെഡേ കിടക്ക്. ഓടിച്ചോ നമ്മുടെ പൊന്നു ബെഡേ പോയി കിടക്ക്. ചെല്ലേ. എഴുന്നേറ്റ് അങ്ങ് പോയി. ഈ തള്ള എന്നെ ഈ കിടന്ന് അരയ്ക്കുന്നതാ. സൗകര്യം തരികയല്ല ഒരിടത്തും കിടക്കുന്നിടത്തെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് പോയി. എന്ന് നോക്കട്ടെ എവിടെയാന്നേ. ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. എങ്ങോട്ടാന്ന് നോക്കട്ടെ. അയ്യോ, അമ്മന് പോന്ന് ഇവിടെ വന്നു. അമ്മ സൗകര്യം തരികയില്ല. അവിടെ കിടന്നോ കിടന്നോ. അമ്മയുടെ പോന്ന് അമ്മ സൗകര്യം തരികയല്ലേ. നടി നിന്റെ ബെഡ് നടിയെന്നാ. നിന്റെ ബെഡ് ഇന്നാന്ന്. എന്ത് മനസ്സിലായി കണ്ടാ. എന്നാ നിന്റെ ബെഡിൽ അങ്ങ് കിടക്കാവുന്ന. കിടന്നോ. തല മാത്രമേ വെക്കുള്ളൂ കേട്ടോ. ഞാൻ അത്രയും കിടന്ന് ആലിച്ചേനെ. അത്രയും ഞാൻ കിടന്ന് ആലിച്ചേനെ വന്ന് ബെഡെടുത്ത് അത്രയും വന്ന് കിടന്നു. അത് മതി. ഭയങ്കര തണുപ്പാടാ. എനിക്ക് പേടിയാടാ. നീ കാലിനും കൈക്കും വല്ലതും ആവുമെന്ന് കണ്ടോ. എൻ്റെ കുഞ്ഞിനെ വല്ലതും അറിയാവോ, മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്നേ ലൂക്കാച്ചൻ മനുഷ്യ കുഞ്ഞാണോ എന്ന്. എന്തുവാ പോരെടുക്കുന്നത്? അതെന്തിനാ? അതെന്തിനാ? ഞാൻ പറഞ്ഞതിനെ മാത്രം ഒന്ന് കിടന്നു. പിന്നെയും പോയി അവിടെ മൂല ചേർത്ത് അവിടെ കിടന്നു. പോയി കിടന്നു. ഞാൻ ഈ ബെഡ് ആർക്കെങ്കിലും കൊടുക്കൂടാ. ഈ ബെഡേ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. നീ പോ. നിന്റെ ചട്ടി വരുമല്ലോ. ഇന്ന് വരില്ല, നാളെ വരും. മോൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ പരിപാടി കേട്ടോ. അവനെ വിടാതിരിക്കാൻ അവൻ്റെ കാലെ പോയാൽ കിടക്കും. ഇത് കണ്ടോ ഈ കാഴ്ച. അവൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണേ. അപ്പം അവൻ വന്നുടനെ ഓടിച്ചെന്ന് അവൻ്റെ കാലയിലോട്ട് തല വെച്ചാൽ കിടന്നു. ഇത് കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് പോകത്തില്ലല്ലോ. ഇതാ ഇപ്പോഴത്തെ പരിപാടി, അവനെ വിടാതിരിക്കാൻ. എല്ലാവർക്കും പനിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് മുഖമൊന്നൊക്കെ പനി പിടിച്ച് കറുത്തങ്ങ് വല്ലാണ്ട്. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല. മരുന്ന് ഉണ്ടായിരുന്ന മരുന്നൊക്കെ കഴിച്ചേ ഉള്ളൂ. പോകാൻ പറ്റില്ല ആശുപത്രി. എനിക്ക് അലർജി ആയതുകൊണ്ടേ അങ്ങനെ മരുന്നൊക്കെ അലർജിയാണ്. അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചേക്കുന്ന മരുന്നൊക്കെ കഴിച്ചു. അപ്പം ലൂബിച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എല്ലാവർക്കും സങ്കടമാണ്. ആരും സങ്കടപ്പെടണ്ട. എന്തിനാണ് നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് വേണ്ട. ഞാനല്ലേ അവനെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം എനിക്ക് അവനോട് എന്തുമാത്രം പ്രയാസമുണ്ട് അവനെ കാണാതിരിക്കുമ്പോഴൊന്നും. അവനില്ലാത്തതുകൊണ്ടൊന്നും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ തന്നെ അവനെ നോക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ ലൂക്കാച്ചിനെ പോലും
നോക്കാൻ ഒരു പരിമിതികളുണ്ട് ഈ ഫ്ലാറ്റിൽ. ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു വീട് നമുക്ക് കിട്ടുവാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നോക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു വീട്. വാടക കൂടുതലാണ്, എന്നാലും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഓണർ വന്നിട്ട് പറഞ്ഞു താഴെ ഹസ്കിയെ അവർ കുളിപ്പിച്ച് താഴെങ്ങാൻ നിർത്തി കുളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അവരോട് വന്ന് വെച്ചു എപ്പോഴും ഇവിടെ കഴിയണം. അതായത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആരോ നമ്മുടെ യൂട്യൂബിൽ ആൾക്കാർ ഞാൻ ഇത്ര വർഷം ഞാൻ 6-7 ഡോഗിനെ ഒരു മുറി വെച്ച് വളർത്തിയവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ കമൻറ്റ്. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. എനിക്കാണെങ്കിലും ലൂക്കാച്ചിനെ നമ്മൾ ജീവനായിട്ട് കരുതുന്ന ലൂക്കാച്ചിനെ ഈ മുറിയിലിട്ട് വളർത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. രാത്രിയിലൊക്കെ നമ്മൾ പരിക്കാത്തിട്ടല്ലേ വളർത്തുന്നത്. അപ്പം ബുദ്ധിമുട്ടുകളുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പനി കാര്യങ്ങളൊക്കെ വരും. എന്തായാലും നമ്മൾ ഫാൻ ഇടുമ്പോൾ ഇവർക്ക് രോമം പൊഴിയുമല്ലോ. അപ്പോൾ അത് പറന്ന് ഇങ്ങനെ നടക്കും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ആ ബുദ്ധിമുട്ടിനെല്ലാം തരണം ചെയ്ത് എപ്പോഴും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്താണ് അവനെ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഈ മുറിയിലിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൂപിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ബഹളവും ഒക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് രോമം പൊഴിയും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കടിയും ബഹളവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യം കൊണ്ടാണല്ലോ ലൂപിച്ചിനെ നമ്മൾ മാറ്റിയത്. അല്ലാതെ അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ലൂക്കാച്ചിനെ മാറ്റിയിരുന്നു. ആരെങ്കിലും ഒരാളെ മാറ്റിയേ പറ്റുള്ളായിരുന്നു. ഒന്നീ ലൂബിച്ചിനെ മാറ്റണം, അല്ലെങ്കിൽ ലൂക്കാച്ചിനെ മാറ്റണം. ലൂക്കാച്ചിനെ മാറ്റിയത് വരുമാനം കൊണ്ടാന്ന് പറയും. അതങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. ലൂക്കാച്ചിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് ഇങ്ങനത്തെ ഒരു ഡോഗായിട്ട് അവന് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊഞ്ചിക്കുന്ന ഒരു ഭക്ഷണം അവർ ചട്ടിയില്ലാഞ്ഞിട്ട് ഇപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പോലും എനിക്കറിയാം. കൊഞ്ചിച്ച് വാരി കൊടുത്ത് അങ്ങനെയൊക്കെ. പക്ഷെ ലൂബിച്ചിനെ സംബന്ധിച്ച് നാടൻ ഡോഗായിട്ട് അവനെ എവിടെ പോയാലും അവൻ ജീവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അവൻ അല്ലെങ്കിൽ ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞിട്ട് രൂപിച്ചാ നീ എന്ത് ചെയ്യടാ, ഭക്ഷണം കഴിക്കുന്നുണ്ടോടാ, തെരുവിലാലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുമാതിരി വൃത്തികെട്ട ചിന്താഗതി ചിന്തിക്കുന്നത്. അവനെ കൊല്ലുവോ തിന്നുവോന്നില്ല. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയില്ല. കാണാൻ പറ്റുന്നവർ മാത്രം കാണുക, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ചാനലൊന്നും നിർത്താൻ ഞാൻ പോകുന്നില്ല. പലരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ചാനൽ നിർത്തരുത് ചേച്ചി മുന്നോട്ട് പോകണം, എന്തായാലും ലൂക്കാസിനെ കാണുന്നത്. അപ്പോൾ ലൂബിച്ചിനെയൊക്കെ കൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് അവനെ കൂടെ ബുദ്ധിമുട്ടിക്കണമെന്നായിരുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം. ഓരോ പ്രാവശ്യം ഞാനൊരു വയ്യാഴി വന്നപ്പോൾ ആരെങ്കിലും ഒരു ദിവസം ലൂക്കാച്ചിനെ ഒന്ന് നോക്കുകയും ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ആരും ലൂക്കാച്ചിനെ ഒരു ദിവസം നോക്കാൻ ആരും മെനക്കെടുവോ ഈ കമൻ്റ് ഇടുന്നവർ ഒന്ന് സഹായിക്കുകയോ ചെയ്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ലൂബിച്ചിനെ കളഞ്ഞാണെങ്കിൽ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പോൾ പറയുവാണ് അവനെ കളഞ്ഞിട്ടില്ല എന്നൊരു 100,000 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ബാഡ് കമൻ്റ് ഇട്ട്, അങ്ങനെ ബാഡ് കമൻ്റ് ഇട്ട് നിങ്ങൾ ശീലിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇടുക. എനിക്കൊരു വിഷയമില്ല. നമ്മൾ നിങ്ങളെ സ്നേഹിക്കുമ്പം നിങ്ങൾ നമ്മളെ അതുപോലെ താഴ്ത്തി കെട്ടാൻ നോക്കിക്കഴിയുമ്പം അതിന് മറുപടി പറഞ്ഞില്ല ശരിയാ. എല്ലാവരും പറഞ്ഞ് മറുപടി ചേച്ചി പറയണ്ട, ചേച്ചി ലൂക്കാച്ചിൻ്റെ വീട്ടിൽ വിട്ടുകൊണ്ട് പോയി ചേച്ചി. അങ്ങനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ലൂക്കാച്ചിനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മറുപടി പറഞ്ഞത് അവനെ കൂടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തണമെന്നായിരുന്നോ നിങ്ങളുടെയൊക്കെ രീതികൾ. അവന് ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് സുഖമായിട്ട് ഞാൻ പറഞ്ഞു നാട്ടിലെ ബസ് ഓടിക്കുന്നൊരു സെൻറ്റാനെ ബസ് ഓടിക്കുന്നൊരു വിനോദ്, അത് പേരും നാളും വീടും ഞാൻ പറഞ്ഞു. പിന്നെ അതിൽ കൂടുതലുണ്ടോ? പുള്ളിക്കാരൻ്റെ വീട്ടിലാണ്, പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോയിരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പം അവിടേക്ക് കൊടുത്തതാണ്. അപ്പോൾ എന്നോട് പക്ഷേ ഇവർ പറഞ്ഞിരുന്നത് ഞാൻ നാട്ടിൽ നിന്ന് അവനെ കാണാതെ വരത്തില്ലെന്ന് എനിക്കറിയാം, അവനെ കൂടെ കൂട്ടുമെന്നറിയാം. അതിനാണ് ഞാൻ ബാംഗ്ലൂരിൽ അവനെ കൊണ്ടുപോയി മോനും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞത് അമ്മ ബാംഗ്ലൂരിലാണ് അവനെ, ഇവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്, കുഴപ്പമൊന്നുമില്ല, അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവനെ കൂടെ കൂട്ടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവരിവിടെ എത്തിച്ചതാണ്. അപ്പോൾ പിന്നെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ലൂബിച്ചിൻ്റെ കാര്യം പറഞ്ഞ ആരും എന്നെ ചെറുതാക്കാൻ നോക്കണ്ട. ഞാനല്ലേ അവനെ വളർത്തിയത്. അപ്പം എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരണമെന്നില്ല. പിന്നെ ചുമ്മാ അത് കമൻറ്റ് ഇട്ടുകൊണ്ട് ലൂബിച്ചാ നീ എവിടെയാണോ, തെരുവിൽ അലവേണോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ, എന്തോ ഒരു സ്നേഹമാണ്. ഒരു ദിവസം ഒന്ന് ലുക്കായി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നോക്കാമെന്ന് എല്ലാവരും മുങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞാലും പേടിപ്പിക്കണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നെ ജെന്യുവിനായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ കണ്ടാൽ മതി. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ലുക്കായിട്ടും ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നു, വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതും. അപ്പോൾ അവർ മാത്രം കണ്ടാൽ മതി, വേറെ ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല കാണാൻ. അപ്പം പേരൻ്റെ വിശേഷം ആരും പിണയരുത്. ലൂബിച്ചിനെ ഇങ്ങനെ മാറ്റിയതിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഞാൻ ഓരോ പ്രാവശ്യവും ഒരു ശ്രീദൃശയൊക്കെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞനിയത്തിയായിട്ട് അവളെ കണ്ട. അവളാണിപ്പോൾ ഭയങ്കരമായിട്ടും അവർ കള്ളം പറയുമോ, അവൾ കള്ളം പറയുമോ, ഇതൊക്കെയാണ് പറയുന്നത്. നിനക്ക് ശ്രീദൃശയെ ഒരിക്കൽ കൂടി പറയുവാണ്, ഇങ്ങനൊരു സാഹചര്യം വരുമ്പോഴേ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്തോ പറയുന്നത്. അപ്പോൾ ശ്രീദൃശ്യമൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് ഈ വട്ടത്തിൽ കിടന്ന് നമുക്ക് പിള്ളേരുടെ പഠിത്തം സംബന്ധിച്ചാണ് നമ്മൾ വന്നത്. അവരുടെ പഠിത്തം കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ പോകും. അപ്പോൾ ഒരു പക്ഷേ ലൂബിച്ചിനെ അവർ തരുവാണെങ്കിൽ നമ്മൾ കൂടെ കൂട്ടും, അത്രയേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു വിശേഷം. വേറെ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും, എന്നെ എത്രയും വലിയ എത്തിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. 38,500 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, ബൈ.